വിശദമായ വാർത്തകൾ നോക്കാം. അശാസ്ത്രീയ ചികിത്സകൾക്ക് മൂക്ക് കയറിടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാത്ത അക്യുപങ്ക്ചർ, ഹിജാമ, റേക്കി തുടങ്ങിയവ നിരോധിക്കാനാണ് ആലോചന. മലപ്പുറത്ത് 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തെ തുടർന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നീക്കം. വീട്ടിലെ പ്രസവം, വാക്സിൻ കൊടുക്കാതിരിക്കൽ, അസുഖങ്ങൾക്ക് ചികിത്സ നൽകാതിരിക്കുക തുടങ്ങി അശാസ്ത്രീയവും അപകടകരവുമായ ശൈലികൾ ജീവനെടുക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നിർണായക തീരുമാനം. മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാത്തതും TCMC ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുമായ എല്ലാ ചികിത്സകളും നിരോധിക്കാനാണ് ആലോചന. ഇത്തരം ചികിത്സാ രീതികൾ വ്യാപകമായ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാകും നടപടികൾക്ക് തുടക്കം. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ ലഭിക്കാതെ 1 വയസ്സുകാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. ആയുഷ് വിഭാഗത്തിൽ സർക്കാർ അംഗീകാരമുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രമാകും തുടരാൻ അനുവദിക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആ കുട്ടിയുടെ റൈറ്റ് ടു ലിവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ അവകാശത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് കൊലക്കുറ്റം വരെ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഇന്ന് ഒരു 100 അക്യുപഞ്ചർ ക്ലിനിക്കുകൾ എന്നുള്ള പേരിൽ ഇവിടെ വരുന്ന ക്ലിനിക്കുകൾ എടുത്താൽ അതിൽ 95 എണ്ണവും റൺ ചെയ്യുന്നത് 2 മാസം 3 മാസം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അക്യുപഞ്ചർ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന, ഒരു തരത്തിലും ഇതിന്റെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ മെഡിക്കലി ഒരു നോളജും ഇല്ലാത്ത, നമ്മൾ എന്തെങ്കിലും സാധാരണ ഇപ്പൊ ടൈല് പണിക്കോ വാർപ്പണിക്കോ സാധാരണക്കാർ വരെ ഇത് വന്നിട്ട് 2 മാസത്തെ ഓൺലൈനിലോ ഓഫ്ലൈനിലോ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാണ് കേരളത്തിൽ. എവിടെ നിന്ന് പഠിച്ചു എന്ന ചോദ്യത്തിന് പോലും ഇതിന്റെ പ്രചാരകർക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. എന്താണ് ഡിഗ്രി എന്ന് പറയാതെ, എന്താണ് യോഗ്യത എന്ന് പറയാതെ, എന്താണ് ഇതിന്റെ ശാസ്ത്രീയത എന്ന് പറയാതെ ഇതൊരു ചികിത്സാ രീതിയാണോ യോഗ്യതയൊക്കെ പറയേണ്ടത്? അതൊരു നാണമില്ലേ അതിന്? പത്രക്കാരിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാരും നമ്മൾ ഡിഗ്രി തീർച്ചയായും ചോദിക്കുക തന്നെ ചെയ്യും. അൽത്താഫ്, ഒരു നാണവും വിചാരിക്കേണ്ട. കേരളത്തിൽ വ്യാജന്മാരായ ഡോക്ടർമാർ ജീവൻ ഹനിക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അടുത്ത ദിവസം മുതൽ തന്നെ നടപടികൾ തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലപ്പോഴും മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അക്യുപഞ്ചർ പോലെയുള്ള അശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. നിയമം കൊണ്ട് മാത്രം ഇതിനെ പൂർണ്ണമായും തടയാനാകില്ല. ജനങ്ങൾക്കിടയിൽ ശാസ്ത്രീയ അവബോധം വളർത്തുകയും പ്രചരിപ്പിക്കുകയും കൂടി വേണം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ചികിത്സ വേണ്ടത് ആർക്ക്? ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ പ്രതിഷേധവും ശക്തമാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ എന്തായാലും താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ഹൈദരാബാദിൽ നിന്നും വിമാനമാർഗം ഉപകരണങ്ങൾ ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിച്ചു. യൂറോളജി വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പോസ്റ്റിനെ തുടർന്നാണ് വിവാദമുണ്ടായതും അതിന് സർക്കാർ പരിഹാരം കണ്ടതും. അതേസമയം ശമ്പള കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് KGM-CTA നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ എന്തായാലും മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമായിരിക്കുന്നു. ഇന്ന് മെഡിക്കൽ കോളേജ് പരിസരം സാക്ഷ്യം വഹിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു. ഈ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിഷേധ കാരണങ്ങൾ, അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ശ്രീജ, ഈ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും പിന്നീട് സർക്കാർ മനസ്സിലാക്കുകയും അനുസരിച്ച് ഹൈദരാബാദിൽ നിന്നും മറ്റു ഉപകരണങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർമാരുടെ വിഷയം, ജോലി സമയത്തിലെ ക്രമീകരണം, അതേപോലെ തന്നെ വർഷങ്ങളായി ശമ്പള പരിഷ്കരണം കൃത്യമായി നടക്കുന്നില്ല. മാത്രമല്ല കൃത്യമായി, അതായത് ആവശ്യത്തിനുള്ള ഡോക്ടർമാർ സർവീസിൽ ഇല്ല എന്നതിലേക്കായിരുന്നു ഡോക്ടർമാർ മുന്നോട്ട് വെച്ച വിഷയം. ഈ ഹാരിസ് ചിറക്കലിന്റെ വിഷയത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഉപകരണങ്ങൾക്കൊപ്പം തന്നെ ഡോക്ടർമാരുടെ അപര്യാപ്തത, അതായത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തൊരു പ്രശ്നവും മെഡിക്കൽ കോളേജ് നേരിടുന്നുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ മുൻപേ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ PG ഡോക്ടർമാർ, അതായത് കോഴ്സ് കഴിഞ്ഞ് പോകുന്ന PG ഡോക്ടർമാർക്ക് ശേഷം അടുത്ത ബാച്ച് വരാനുള്ള കാലതാമസം, 1 മാസത്തിലേറെ കാലതാമസം നേരിടുമ്പോൾ അത്രയും സമയം ആ സമയത്തുള്ള PG ഡോക്ടർമാരുടെ അഭാവം ചികിത്സയെ ബാധിച്ചിരുന്നു. അത്തരത്തിൽ ഡോക്ടർമാരുടെ അഭാവവും അതേപോലെ തന്നെ ശമ്പള പരിഷ്കരണം, മാത്രമല്ല ജോലി സമയത്തിന്റെ ക്രമീകരണം എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ BJPയും പ്രതിഷേധ സമരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ഈ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പല രാഷ്ട്രീയ കക്ഷികളും ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ശ്രീജ, സാരംഗാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധിയിൽ കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് നിർവഹിച്ചത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് നൽകാനുള്ളത് കോടികളാണെന്നും ആരോഗ്യമന്ത്രി പറയുന്നത് കള്ളമാണെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ളത് കോടികളാണ്. അവര് മരുന്ന് സപ്ലൈ നിർത്തിവച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതുകൊണ്ടാണ് മരുന്നില്ലാത്തത്. അല്ലാതെ മന്ത്രി പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ സാധനങ്ങൾ മേടിക്കുന്ന വേഗത്തിൽ സർക്കാർ ആശുപത്രിയിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ആരോഗ്യ വകുപ്പിനെ വിടാതെ പിടികൂടിയിരിക്കുന്ന മാറാരോഗബാധ PR അഡിക്ഷനാണെന്ന് ഷാഫി പറമ്പിൽ MP. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യ രംഗം നേരിടുകയാണ്. ഇവരെ ബാധിച്ചിരിക്കുന്നത് PR അഡിക്ഷനാണ്. മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക. ഇപ്പോൾ ജെനുവിനായിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക. കോന്നി മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധം UDF കൺവീനർ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അതിനിടെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് BJPയുടെ വക പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിനെ അസ്ഥികൂടമാക്കി മാറ്റിയെന്നും 7-ാം തീയതി മുതൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ചേർന്നാണ്. ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം, ആരോഗ്യരംഗം ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ പാവപ്പെട്ടവർ ജനങ്ങൾക്ക് അവിടെ പോയി ചികിത്സിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സർക്കാർ സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി മാത്രമാണ് അവരുടെ എല്ലാ നിലപാടുകളും എടുക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6 വിഭാഗങ്ങളിലായി 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ 1 ഡോക്ടർ മാത്രമാണുള്ളത്. ആകെയുള്ള ചൊവ്വാഴ്ചയിലെ OPയിൽ ആദ്യമെത്തുന്ന 150 രോഗികളെ മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരമുണ്ടാവുക. വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മള് നിവൃത്തിയുണ്ടെങ്കിൽ പോയി പ്രൈവറ്റായിട്ട് ചെയ്യത്തില്ലേ. ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഇത് വർഷങ്ങളല്ലേ? ബാക്കിയൊക്കെ പുറത്ത് മേടിക്കാൻ പറയാം. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോയി വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം. അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അവരെ വരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഒരു ആരും നമ്മളോട് സഹായിക്കാനില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ. ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സിഗ്നോട് ഞാൻ പറഞ്ഞു. അന്നേ പറയാ അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള 1 ഡോക്ടർക്കാകട്ടെ OPയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന OPയിൽ ആദ്യമെത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന.
2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന ഇടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ്. ആശുപത്രിയിൽ വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോർമിറ്ററി നിരക്കുകൾ കുത്തനെ കൂട്ടി. BPL വിഭാഗങ്ങൾക്കുള്ള നിരക്ക് 100-ൽ നിന്ന് 150-ലേക്കാണ് ഉയർത്തിയത്. നിരക്ക് വർധനയിൽ എതിർപ്പ് ശക്തമാണ്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയും സേവനവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പരാതികൾ ഉയരുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ പുതിയ ഒരു വിവരം നൽകാനുള്ളത്. ഇതിൽ ഈ BPL ആളുകൾക്ക് നൽകിയിരുന്ന ചികിത്സ, സൗജന്യ ചികിത്സ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള താമസ സൗകര്യത്തിന്റെ പണം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ഇവിടെ നടത്തിയിരിക്കുന്ന മാറ്റം? ഇവിടെ നിലവിൽ BPLകാർക്ക് 100 രൂപയും അതല്ലാത്ത ആളുകൾക്ക് APLകാർക്ക് 150 രൂപയായിരുന്നു ഇന്നലെ വരെ. ഇന്ന് രാവിലെ BPLകാരുടെ ആനുകൂല്യം എടുത്തു കളയുകയും APL തൽസ്ഥിതി തുടരുകയും ചെയ്യാണ് ഉണ്ടാകുന്നത്. അപ്പം നിലവിൽ ഇവിടെ സാധാരണക്കാരായ ആളുകളാണ് ഈ ഡോർമെറ്ററി ആശ്രയിക്കുന്നത്. വളരെ പ്രയാസത്തിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെ കൊതുകടിയൊക്കെ കൊണ്ട് കിടക്കുന്ന ആളുകൾ, 100 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ആളുകളാണ്. ഭക്ഷണത്തിന് സംഘടനകൾ നൽകുന്ന ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുകയും മരുന്നുകൾ ഇൻഷുറൻസ് കൂടെ വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ, ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ വരുമാനമൊന്നുമില്ലാണ്ട് ചിലവ് മാത്രമായിട്ട് മാസങ്ങളോളം കിടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ തളർന്നു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും തലചുറ്റലൊക്കെ വരും, ഒരുപാട് ദിവസം ഉറക്കൽ വരുമ്പോൾ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ ഒരു 100 രൂപ സംഘടിപ്പിച്ച് ഇവിടെ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നു മുതൽ 50 രൂപ 50% വർധനയാണ് വരുന്നത്, 150 രൂപ. ഒരു ദിവസം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയാണ് ഇതിലൂടെ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളൊരു 14 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു നോട്ടീസ് ബോർഡിൽ ഒരു മുൻകൂട്ടി ഒരു അറിയിപ്പും തരാണ്ടാണ് അവർ രാവിലെ വായിച്ചത്. ഇപ്പോൾ എല്ലാം 150 റുപ്യ ആക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നമ്മൾ പുതുക്കേണ്ട സമയം. 3 മണി തൊട്ടിട്ട് നമ്മൾ 150 തോതിൽ അടച്ചാലും നമുക്ക് അവിടെ കിടക്കാം, അല്ലെങ്കിൽ പുറത്തിറങ്ങി കൊടുക്കേണ്ടി വരും. വേറെ മഴയ്ക്ക് മഴ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇവിടെ വരെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ആക്കിയത് തെറ്റന്നാണ്, എന്താണെന്ന് അറിയില്ല. ഒരു നിലവിലെ 100 രൂപ തന്നെ ആക്കുക. APLും BPLും ഒരുപോലായി. അതെന്ത് ചെയ്യും? പാവപ്പെട്ടവർക്ക് ഒരു ആശ്രയമല്ല. അപ്പോൾ അതൊരു കൂട്ടുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 50 പേരുണ്ടെങ്കിൽ പിന്നെ 10 പേർക്കുള്ള സൗകര്യം അവിടെ കാണുന്നുള്ളൂ. ബാത്റൂമിൻ്റെ ഉള്ളിലെല്ലാം പോയി നോക്കിയാൽ തന്നെ അറിയാം, സൗകര്യങ്ങളെല്ലാം കുറവാണ്. ഈ പൈസ 150 വാങ്ങിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ഫെസിലിറ്റി വെച്ചാൽ കുഴപ്പമില്ല. ഒരു ഫ്ലഷ് പോലും വർക്കാണില്ല. ഒരു മണിക്കൂർ പൂട്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അന്നേരം ബാത്റൂമൊന്നും ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പോയി വീണ്ടും പഴയ പോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. തലചായ്ക്കാൻ ഒരു ഇടം രാത്രിയിൽ കിട്ടുമെന്ന് കരുതിയിരുന്ന ആളുകളാണ്. അവർക്കാണ് വലിയ തിരിച്ചടിയായി ഈ നിരക്ക് വർധന മാറിയിരിക്കുന്നത്. അടിയന്തരമായി പഴയ നിരക്കിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഈ രോഗികൾ ഒന്നടങ്കം പറയുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധം. താൽക്കാലിക ജീവനക്കാരായ 4 പേരെ പിരിച്ചുവിട്ടതാണ് പ്രതിഷേധത്തിന് കാരണം. എന്നാൽ രോഗികളോട് മോശമായി പെരുമാറിയ താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടതെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. അരമണിക്കൂറോളം OPയുടെ പ്രവർത്തനത്തെ ബാധിച്ചെങ്കിലും പിന്നീട് സാധാരണ നിലയിലായി. എനിക്കൊരു മോളുള്ളതാണ്. ആ മോക്ക് 9:30 മണിയാകുമ്പോൾ മുക്കൂട്ടുകാരുടെ സ്കൂളിൽ പോകേണ്ടതാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഇവരെ ചോദിച്ചപ്പോഴത്തേക്ക് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പിടിമുറുക്കിയ മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറിന് സർവേയിൽ തിരിച്ചടിയായത് കഴിഞ്ഞ തവണത്തെ പരാജയവും പ്രാദേശിക എതിർപ്പുകളുമെന്ന് സൂചന. എന്നാൽ തൃശൂരിൽ സന്ദീപ് വാര്യരെ കളത്തിലിറക്കിയാൽ BJP വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ യുവ നേതാവ് VS ജോയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27% വോട്ട് നേടിയ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തിയതോടെയാണ് കോൺഗ്രസിന് വെല്ലുവിളിയേറിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7079 വോട്ടുകൾക്കാണ് ആന്റണി രാജുവിനോട് VS ശിവകുമാർ പരാജയപ്പെട്ടത്. സംഘടനാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ BJPയുടെ വോട്ട് വിഹിതത്തിൽ വീണ്ടും വർധനമുണ്ടായേക്കുമെന്ന വിലയിരുത്തലിന് പുറമെ പ്രാദേശിക എതിർപ്പുകളും ഉയർന്നതാണ് VS ശിവകുമാറിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത്. അതേസമയം
NSS ശിവകുമാറിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് സൂചന. മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിലേക്ക് ശിവകുമാറിന്റെ പേര് നേതൃത്വം പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. 1000-ൽ താഴെ വോട്ടുകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെ കൈവിട്ട തൃശൂർ മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വൻ കുതിച്ചുകയറ്റമാണ് കോൺഗ്രസിന് ഇത്തവണയും വെല്ലുവിളിയാകുക. BJP പാളയത്തിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിലെത്തിയ സന്ദീപ് വാര്യരെ തൃശൂരിൽ കളത്തിലിറക്കാനുള്ള നീക്കത്തിലൂടെ BJP വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരുവമ്പാടിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയ്ക്കൊപ്പം മുസ്ലിം വോട്ടുകളും VS ജോയിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജോയിയുടെ ഇടപെടൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകിയെന്നാണ് നിരീക്ഷണം. യുവ വോട്ടർമാരെ സ്വാധീനിക്കാനും VS ജോയിക്ക് കഴിയുമെന്ന വിലയിരുത്തലിലാണ് ലീഗിന്റെ കൈവശമുള്ള സീറ്റ് ഏറ്റെടുക്കാനുള്ള നിർണായക നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി സീറ്റ് നിർണയം നടത്തുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സീറ്റ് നിർണയത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായി UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഞാൻ അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് എന്നെ പറിച്ച് ആറ്റിങ്ങൽ പോകാൻ പറഞ്ഞു, ഞാൻ അവിടേക്ക് പോയത് അതുകൊണ്ടാണ്. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിച്ച് മുമ്പോട്ട്. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ADGP H. വെങ്കടേഷ് പുതിയ പോലീസ് മേധാവിക്ക് ബാറ്റൺ കൈമാറി. ലഹരി ഭീഷണി തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങളോടുള്ള പെരുമാറ്റം കൂടുതൽ സൗഹാർദ്ദപരമാക്കുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെ DGPയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി എത്തിയത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. പതിവ് രീതികളിൽ നിന്ന് വിപരീതമായി അതിരാവിലെ തന്നെ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കാനെത്തിയ റവാഡ A. ചന്ദ്രശേഖറിനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പോലീസ് ആസ്ഥാനത്തേക്ക് സ്വീകരിച്ചത്. തുടർന്ന് 41ാമത് സംസ്ഥാന പോലീസ് മേധാവിയായി ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിൽ നിന്ന് റവാഡ അധികാര ബാറ്റൺ ഏറ്റുവാങ്ങി. പിന്നീട് പോലീസ് ആസ്ഥാനത്തെ വീരസ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച റവാഡ ചന്ദ്രശേഖറിന് സേനയുടെ ആദരവ്. ക്രമസമാധാനം ശക്തിപ്പെടുത്തുമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും പുതിയ പോലീസ് മേധാവിയുടെ പ്രഖ്യാപനം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഫാമിലി പാർട്ടിസിപ്പേഷൻ ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്ക് മരുന്നിനെ ഉപയോഗത്തിന് കുറയ്ക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. അതേസമയം തന്റെ നിയമനം സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. I have no comments to offer on that one. Okay. DGP വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. താൻ പോലീസിന്റെ ക്രൂരതകളുടെ ഇരയാണെന്ന് പറഞ്ഞ് കണ്ണൂർ എടക്കാട് സ്വദേശിയായ ബഷീർ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഡയസിനടുത്തേക്ക് എത്തുകയായിരുന്നു. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ചാണ് ഇദ്ദേഹത്തെ കോൺഫറൻസ് റൂമിന് പുറത്തേക്ക് മാറ്റിയത്. മുൻപ് കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ബഷീർ സമാനമായ തരത്തിൽ വേദിയിൽ കയറി തടസ്സം സൃഷ്ടിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18, തിരുവനന്തപുരം. കൂത്തുപറമ്പ് വെടിവയ്പ് വീണ്ടും ചർച്ചയായിരിക്കെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിൽ. ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരിപാടിക്കായാണ് റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാ അവലോകന യോഗത്തിൽ DGPയും പങ്കെടുക്കും. കണ്ണൂർ ഗസ്റ്റ്
ഗസ്റ്റ് ഹൌസിൽ DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം നിയമനത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. നിയമനം കേന്ദ്രവുമായുള്ള ഒത്തുതീർപ്പാണെന്നും സ്വന്തം തടി നോക്കാൻ രക്തസാക്ഷികളെ മറന്നുവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, വായിക്കുകയുണ്ടായി, അതിൽ 1ാം റാങ്കുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം BSF ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു? മോദി സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ നിയമനത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ന്യായീകരിച്ചു. കൂത്തുപറമ്പ് വെടിവെപ്പിന് 2 ദിവസം മുൻപാണ് രവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത്. വെടിവെപ്പ് അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹക്കീം ബത്തേരിയും TT ആന്റണിയുമാണ് പ്രധാന ഉത്തരവാദികളായി കണ്ടെത്തപ്പെട്ടത്. DGP നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമില്ലെന്നും KK രാഗേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം, അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പറ്റാവുന്നവരെ ഹക്കീം ബത്തേരി തന്നെ റിക്രൂട്ട് ചെയ്ത് മന്ത്രിയുടെ കൂടെ ഒരു പ്രത്യേക സംഘത്തെ കൊണ്ടുവന്ന് ആ സംഘം അവിടെ എത്തിയ ഉടനെ തന്നെ ലാത്തിചാർജ് ആരംഭിക്കുക. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തുടർച്ചയായ ഡയാലിസിസും വെന്റിലേറ്റർ സഹായവും തുടരുന്നതായി 12 മണിക്ക് പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും VSനെ പരിശോധിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് VSനെ സന്ദർശിച്ചു. ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ്, കണ്ടിന്യൂസ് റീനൽ റീജനറേഷൻ തെറാപ്പി CRR എന്ന് പറയുന്ന ഡയാലിസിസിന്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം, അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. ഡോക്ടർമാർ വന്ന് എല്ലാ സ്ഥിതികളും വിലയിരുത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുക. ആലുവ രാജഗിരി ആശുപത്രിയിൽ രോഗി മരിച്ചത് ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്നെന്ന് സമ്മതിച്ച് ഡോക്ടർ. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നു. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസാണ് മരിച്ചത്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയയ്ക്കിടെ ഞരമ്പ് മുറിഞ്ഞതായാണ് ബന്ധുക്കളുടെ പരാതി. നടുവേദനയെ തുടർന്ന് കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാൻ വെള്ളിയാഴ്ചയാണ് ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആലുവ രാജഗിരി ആശുപത്രിയിലെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റിയെങ്കിലും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. ഗ്യാസിനുള്ള മരുന്ന് നൽകി. എന്നിട്ടും വേദന കഠിനമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവമാണെന്ന് കണ്ടെത്തിയത്. കീഹോൾ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലമാണ് രോഗി മരിച്ചതെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. ഇവരതൊക്കെ ഇവരുടെ അനാസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിനെ കൊണ്ടുവന്ന് അവർ നോക്കേണ്ട രീതിയിൽ നോക്കുന്നില്ല. ഓപ്പറേഷൻ ചെയ്യുക, ഡോക്ടർ അവരുടെ പാട്ടിന് പോവുക, ബാക്കി പിന്നെ വരുന്ന നഴ്സുമാർ ഇതൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണമാണ് ബിജുവിന് രക്തസ്രാവം ഉണ്ടായതെന്ന് ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. ഈ സർജറി ചെയ്തപ്പോൾ ആയിരിക്കണം, സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. കുടുംബത്തിന്റെ പരാതിയിൽ എടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തു. രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. അതിനിടെ മാധ്യമ വാർത്തകൾ തള്ളി രാജഗിരി ആശുപത്രി അധികൃതർ രംഗത്തെത്തി. അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ രോഗിയെ സ്കാനിങ്ങിന് വിധേയമാക്കുകയും ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ഉറപ്പാക്കുകയും ചെയ്തു. ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും ആശുപത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ മരണം ആത്മഹത്യയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാഹ്യ ഇടപെടൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഫോറൻസിക് സർജൻ പോലീസിന് നൽകിയ മൊഴി. ഇന്നോവ കാറിൽ പലിശ സംഘം എത്തി വിഷ്ണുവിനെ മർദ്ദിച്ചുവെന്ന ആരോപണവും സ്ഥിരീകരിക്കാനായിട്ടില്ല. CCTV പരിശോധനയിൽ ആരും വീട്ടിലെത്തിയതായും കണ്ടിട്ടില്ല. ഇരുവരുടെയും സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം പാല രാമപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. കണ്ണൂരിൽ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കളിപ്പാട്ടത്തിനടിയിലാണ് രാജവെമ്പാലയെ കണ്ടത്. കണ്ണൂർ ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലാണ് സംഭവം. വീട്ടിലെ കുട്ടിയുടെ ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിലാണ് രാജവെമ്പാല ഉണ്ടായിരുന്നത്.
സർപ്പ വോളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരിയാണ് രാജവെമ്പാലയെ പിടികൂടിയത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ മാനാണെന്ന് കരുതി യുവാവിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ബന്ധുക്കൾ അറസ്റ്റിൽ. കാരമട വെള്ളിയങ്കാട് കുണ്ടൂർ സ്വദേശി കെ മുരുകേശൻ, അൻസൂർ സ്വദേശി എൻ പാപ്പയ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. സുരണ്ടൈമല സ്വദേശി രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. കാരമട ഫോറസ്റ്റ് റേഞ്ചിൽ പില്ലൂർ അണക്കെട്ടിന് സമീപമുള്ള അത്തിക്കടവ് വനത്തിലാണ് 3-അംഗ സംഘം എത്തിയത്. കാരമട വെള്ളിയങ്കാട് കുണ്ടൂർ സ്വദേശി കെ മുരുകേശൻ, അൻസൂർ സ്വദേശി എൻ പാപ്പയ്യൻ, സുരണ്ടൈമലൈ സ്വദേശി സഞ്ജിത്ത് എന്നിവരായിരുന്നു സംഘത്തിൽ. മദ്യലഹരിയിലായിരുന്ന മൂവർ സംഘത്തിന്റെ കയ്യിൽ നാടൻ തോക്കുകളുമുണ്ടായിരുന്നു. വേട്ട തുടരുന്നതിനിടെ 3 പേരും 3 വഴിക്ക് തിരിഞ്ഞു. ഇതിനിടെ പച്ചിലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് പാപ്പയ്യൻ സഞ്ജിത്തിന് നേരെ വെടിയുതിർത്തു. ശബ്ദം കേട്ടപ്പോഴാണ് മാനല്ല ബന്ധുവായ യുവാവിനാണ് വെടികൊണ്ടതെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞത്. യുവാവിന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി. ഇതോടെ പ്രതികൾ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ പിടികൂടിയത്. പ്രതികൾ കുറ്റസമ്മതവും നടത്തി. പ്രതികളിൽ നിന്നും നാടൻ തോക്കും പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട് ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം. ഒരു സ്ത്രീ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടർന്നതോടെ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളും വെടിമരുന്നും പൊട്ടിത്തെറിക്കുകയായിരുന്നു. തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണസംഖ്യ ഉയരുന്നു. 35 പേർ മരിച്ചു. ഇന്നലെ രാവിലെ സിഗാച്ചി കെമിക്കൽ ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രദേശത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചെങ്കിലും കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഫാക്ടറിയിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ആരോഗ്യമന്ത്രിയും സ്ഥലം സന്ദർശിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഇലോൺ മസ്ക്. ട്രംപിന്റെ പുതിയ ബില്ലിനെ കടം അടിമത്ത ബിൽ എന്ന് വിശേഷിപ്പിച്ച മസ്ക്, ബിൽ പാസാക്കിയാൽ അമേരിക്ക പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുമെന്നും ഭീഷണി മുഴക്കി. ട്രംപിന്റെ പുതിയ ബിൽ സാധാരണക്കാരായ അമേരിക്കക്കാരെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഇലോൺ മസ്കിന്റെ വാദം. ജനങ്ങളുടെ കരുതലിനായുള്ള പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള സമയമായെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മസ്കിന് കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങാമെന്നായിരുന്നു വിമർശനത്തോടുള്ള ട്രംപിന്റെ പരിഹാസം. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും.